നെല്ലിയാമ്പതിയിൽ ചില്ലിക്കൊമ്പനാണെങ്കിൽ ഇടുക്കിയിൽ ചക്കക്കൊമ്പനാണ്. ചിന്നക്കനാലിൽ വീടുകൾക്ക് നേരെയുള്ള ചക്കക്കൊമ്പന്റെ ആക്രമണം പതിവാവുകയാണ്. റേഷൻ കടയ്ക്ക് പിന്നാലെ ചക്കക്കൊമ്പൻ വീടിന് നേരെ ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അരിയും ഭക്ഷ്യവസ്തുക്കളും തേടി അരിക്കൊമ്പനെ പോലെ ചക്കക്കൊമ്പനും ആക്രമണം തുടങ്ങിയാൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന് നാട്ടുകാർ പറയും. വീടും കടകളും ആക്രമിച്ച് അരി ഭക്ഷിച്ചിരുന്ന അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ നേരിയ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാലുകാർ. മൊട്ടവാലിനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്കക്കൊമ്പൻ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പന്നിയാറിലെ റേഷൻ കട ആക്രമിച്ച് അരി ഭക്ഷിച്ചു. ഇതിന് പിന്നാലെ 301 വീടും ഇടിച്ചു പൊളിച്ചു. അരിക്കൊമ്പൻ പോയി പിടിച്ചോണ്ടിരിക്കുന്ന കുറച്ച് സമയം ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. കാരണം ആനകൾ വന്നാലും വലിയ ശല്യമൊന്നുമില്ല, അവിടെ മാറി എന്ന് അങ്ങനെ പൊയ്ക്കോളുന്നു. പക്ഷെ ഇപ്പൊ ഈ ചക്കക്കൊമ്പൻ വന്ന് വീട് ഇടിക്കാൻ തുടങ്ങിയ ശേഷം ഇനിയിപ്പോൾ ആളുകളുള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളിലും ആന ഇടിക്കും. അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ എന്തായാലും ജീവഹാനിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുക എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരമിരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട. പൂർണ്ണമായും തകർന്ന കട പിന്നീട് പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കട ആക്രമിച്ചത്. ഈ അരിക്കൊമ്പൻ ഇവിടെ പോയതോടുകൂടി അല്പ ആശ്വാസം ഉണ്ടായിരുന്നു. 5-8 മാസമായുള്ളൂ നമ്മളിങ്ങോട്ട് മാറിയിട്ട്. ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു. വനംവകുപ്പാണെങ്കിൽ നമ്മൾ നല്ലൊരു ഫെൻസിങ് വെച്ച് തന്നു. അപ്പോൾ ഫെൻസിങ് എല്ലാം ഉള്ള ഷുവർട്ടിയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിങ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. ഇന്നലെയും ഒരു വീടെങ്ങാണ്ട് പൊളിച്ചു കളഞ്ഞായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇവിടെ വെച്ച് റേഷൻ നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തനയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടുകളും കടകളും ആക്രമിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു. ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങി തുടങ്ങിയാൽ വീടുകളിൽ കിടന്നുറങ്ങാൻ പോലുമാകാത്ത സാഹചര്യം മേഖലയിൽ വീണ്ടും ഉണ്ടാകും. ന്യൂസ് 18 ഇടുക്കി. നാട്ടാനകളെ കൈമാറ്റം ചെയ്യാൻ കേന്ദ്ര സർക്കാർ മാർഗരേഖയായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ഉടമസ്ഥാവകാശമുള്ള നാട്ടാനകളെ ഇനി മുതൽ കൈമാറ്റം ചെയ്യാമെന്ന് ഉത്തരവിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കാം. അതാത് സ്ഥലത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും അനുമതി വാങ്ങിയാകണം ഇത്. മാർഗരേഖ പുറത്തിറങ്ങിയതോടെ കേരളത്തിലേക്ക് ഉത്സവങ്ങൾക്ക് കൂടുതൽ ആനകളെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആഘോഷ കമ്മിറ്റികൾ.